പൊളി, നല്ല ടേസ്റ്റാണ്, കിടുവാണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മണ്ണിലാണ്. അപ്പോൾ എന്തിനാണ് വടക്കുന്നാഥൻ്റെ മണ്ണിലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, ഒരു ബിസ്ക്കറ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടി എത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് നമുക്ക് ഈ വടക്കുന്നാഥൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വടക്കുന്നാഥൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ബൈ. അപ്പോൾ ഇതേ നമ്മൾ ഈ വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ കണ്ട് നമ്മൾ ബിസ്ക്കറ്റ് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത എന്നൊരു വീഡിയോയിലൊക്കെ എന്തായാലും കാണിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇനി ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒന്ന് കുറച്ച് നേരം നടന്നു ഇരുന്നു. ഇനി ബിസ്ക്കറ്റ് ചായയാണ് നമ്മുടെ മുഖ്യം. അപ്പോൾ ഓടി നമുക്ക് അതിലേക്ക് പോകട്ടോ. ഇതേ അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ചായ കുടിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് നമ്മുടെ HP തൃശ്ശൂർ റൗണ്ടിൻ്റെ അടുത്തുള്ള HP പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്നുള്ള ഒരു ചെറിയ ഇടവഴിയുടെ അവിടെയാണ്. നിങ്ങൾ എന്താ സ്റ്റോർ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ചായ കുടിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലോർ ചെയ്യാം. അതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ നമുക്കറിയാം. ഇത് ഹിറ്റായിക്കൊണ്ടിട്ട് കുറച്ച് കാലങ്ങളായി. എന്നാലും നമ്മളിപ്പോഴാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ മീറ്റപ്പിനൊക്കെ ആയിരുന്നു, യൂട്യൂബ് മീറ്റപ്പിലൊക്കെ ആയിരുന്നു, കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് മുകളിലിടാം. എന്തായിരുന്നു ആ മീറ്റപ്പിനെ കുറിച്ചുള്ള ലിങ്ക് ഇതിൻ്റെ മുകളിൽ കാർഡായിട്ട് ഇടാം. അപ്പോൾ നമുക്ക് എന്തായാലും കടയിൽ കയറി നമുക്ക് ചായയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഒരു നമ്മൾ ബിസ്ക്കറ്റ് ചായ കുടിക്കാനായിട്ട് എത്തിയപ്പോൾ നമ്മുടെ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഇന്ന് റെഡിയാക്കി തരുന്നത്. അപ്പോൾ ചേട്ടൻ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പറയുന്നതായിരിക്കും. നമുക്ക് കേൾക്കാം കേട്ടോ. ചേട്ടാ, ഇത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്? നവംബർ 6-ാം തീയതിയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. വേറെ ചെന്നൈയിൽ ഒന്നും അയോധ്യ റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ട്. അപ്പം അന്ന് ഈ കപ്പ് ഞങ്ങളെന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ എന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ കപ്പ് എത്താൻ നേരം കൊണ്ട് നവംബർ 4-ാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡെയിലി 1000 ചായ എല്ലാം ഫസ്റ്റ് നമ്മുടെ തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ പൊരിച്ചു പൂരത്തിന് കൊടിയേറണ പോലെ നമ്മൾ കയറിയില്ല, തകർത്തു. ഇപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല അടിപൊളിയാണ്. ഞങ്ങളും അത് കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പല സ്ഥലത്ത്, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അതിനെക്കാട്ടിലും ഫസ്റ്റ് തുടങ്ങി എവിടെയാണോ അവിടേക്ക് വന്ന് നമുക്ക് അതല്ലേ ശരിക്കും വേണ്ടത് തന്നെ. അപ്പോൾ ശരിക്കും ചേട്ടനാണ് ഇതിൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ടോ? ഓക്കെ 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 ഓക്കെ. പേരമംഗലത്താണുള്ളത്. കലാമണ്ഡലം. ഓക്കെ. ഞാൻ കേട്ടത് പേരാമംഗലം, നമ്മുടെ അമലവാസിയുടെ അവിടെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ നമുക്ക് വേണ്ടി കുറച്ച് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ചേട്ടൻ്റെ പേരെന്തായാലും സുരേഷ് ചേട്ടനാണ് നമുക്ക് വേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മളിനി ചായ കഴിച്ച് ടേസ്റ്റൊക്കെ ഇട്ട് നമ്മൾ പൊരിക്കാൻ പോകണ്ട. അപ്പോൾ നമുക്ക് ചായയുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റ് ചായയുടെ കപ്പ്. നമുക്ക് ഉണ്ടാക്കി വരുന്ന ചേട്ടൻ്റെ പേരാണ് ചേട്ടാ. എങ്ങനെയാണ് ചേട്ടാ ഇവിടെ ആൾക്കാരൊക്കെ അധികം വരാറുണ്ടോ? തിരക്കിലാണല്ലേ. അപ്പോൾ ഇതാണ് കപ്പ്, നമ്മുടെ കപ്പ്. നമ്മുടെ ബിസ്ക്കറ്റ് ചായ നമ്മൾ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു ചേട്ടാ? സുദേവൻ ചേട്ടൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഇത് ഇതാണല്ലേ, ഇത് ഇലൈച്ചി പൗഡറും അമ്പും ശരിക്കും ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ, ഒരു നോർത്ത് ഇന്ത്യൻ ഇലയൊക്കെ ഇട്ട്
ഉള്ള ചായ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ തൃശ്ശൂർ തന്നെ ആദ്യം തുടങ്ങിയ ചായ കുടിക്കാൻ വന്നതിൽ നമുക്ക് അഭിമാനിക്കാം, തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞ്. നമ്മുടെ ബിസ്ക്കറ്റ് ചായ ഇവിടെ റെഡി ആയിട്ടാണ്, സെറ്റായി. നമുക്കൊന്ന് ടേസ്റ്റിങ് ഇത് പഠിക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ചായ ഇതുകൊണ്ട് നമ്മൾ പുറത്ത് ഇവിടെ ഇരുന്നാണ് കുടിക്കാൻ പോകുന്നത്. പൊളി ഇടലൻ സൂപ്പർ ചായ. ചായ നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എന്താ പറയുക, നമ്മുടെ കാടമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈവനിങ് ഒക്കെ ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കും നമുക്ക് ഈ ചായയൊക്കെ ഒന്ന് കുടിക്കുക. കാരണം വെറൈറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ സംഭവം കിടിലനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് പേഴ്സണലി. ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ടാണ്, നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യം വന്നത് ഇവിടെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണം, ഇവിടെ വന്ന് തന്നെ സംഭവം കുടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ചായ കുടിച്ചതിന് എന്തെങ്കിലും ഓണാവോ. ബിസ്ക്കറ്റ് ചായ നമ്മുടെ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന റൗണ്ടിൻ്റെ അവിടെയുണ്ട് ഈ സംഭവം. അപ്പോൾ പൂരത്തിൻ്റെ വെടിക്കെട്ടോട് കൂടി തന്നെയാണ് ഈ സാധനം ഉള്ളത്. ഇത് മുഴുവനായിട്ട് കുടിച്ച് വെക്കട്ടെ. ഇനി സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, ഇനി കുടിക്കാൻ പറ്റിയില്ലെന്ന് വരും. നമ്മുടെ ബിസ്ക്കറ്റ് ചായ നമ്മൾ കുടിച്ച് കഴിഞ്ഞു, എംപ്റ്റി ആയി. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടാവുന്നു. നമ്മൾ എല്ലാം വേസ്റ്റ് ചെയ്യാതെ എല്ലാം അടപടലം കഴിക്കണമല്ലോ. അപ്പോൾ കിടുവെന്തോ മറ്റേ നമ്മൾ മറ്റേ കോൺ ഐസ്ക്രീമൊക്കെ കഴിക്കില്ലേ, അതേ ഫീലിങ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് അത് ഇങ്ങനെ മെൽട്ടായി പോകും. പക്ഷേ ഇതങ്ങനെ മെൽട്ടായി പോകില്ല, സ്ട്രോങ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കിടുവാണ്. ഇപ്പോൾ പൊരിച്ചു. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ചായ തന്നെ നമ്മുടെ ഈ കടയ്ക്കും ഇതുണ്ടാക്കിയ ആരുടെ കൈകളിലിരുന്ന് നിന്ന് ഈ സംഭവം ക്രിയേറ്റ് ചെയ്ത ആ തലയ്ക്കും എല്ലാത്തിനൊക്കെ ആ ബുദ്ധിക്കും അതിനൊക്കെ ഒരു എൻ്റെ പേരിൽ ഒരു പ്രയർ തന്നെ കൊടുക്കണം. കാരണം അവരിനി എന്താ പറയുക, അങ്ങനത്തെ ഐഡിയാസൊക്കെ വരണം, പുതിയ ട്രെൻഡിങ്ങുകളൊക്കെ വരണം. നമ്മുടെ ആൾക്കാർക്ക് പുതിയ ട്രെൻഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. സംഭവം കിടുക്കി വേറെ ലെവൽ. ഇന്ന് ഞാൻ കഴിച്ച് തീർക്കട്ടെ കേട്ടോ, എന്തായാലും കളയില്ല ഞാനത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് കഴിച്ച് തീരാറായി. എനിക്ക് കൊതിയാവുണ്ടല്ലോ, തരില്ല കേട്ടോ. സംഭവം കലക്കി. എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും പറയുന്നതാണ്, കാരണം അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും വീഡിയോ പോലും ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാറ് പോലും ഇല്ല. ഞാൻ അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യും. അതിനെത്ര പേര് കഷ്ടപ്പാടുണ്ടെങ്കിലും അതിനെന്തിൻ്റെ പുറകിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ വീഡിയോ എനിക്ക് സക്സസ് ആയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടില്ല. പക്ഷേ ഇത് കൊള്ളാം, സൂപ്പർ. അപ്പോൾ അതേ നമ്മൾ രണ്ടുപേരെ കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? മുണ്ടൂര്. അപ്പോൾ ഇത് കേട്ടിട്ട് ഒന്നാണോ? അതെ. എങ്ങനെയുണ്ട് ചായ? സൂപ്പർ. ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടാണ് എൻ്റെ പാതി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യില്ലേ വേറൊരാളുടെ അടുത്ത് വരാണെങ്കിൽ? ഇല്ല, ഉണ്ടല്ലേ, സെറ്ററാണ്. എനിക്കും കലക്കിയിട്ടുണ്ട്. അപ്പോൾ പേരെന്താ? അനന്തു. ബ്രോയുടെ പേരെന്താ? കിരൺ. അപ്പോൾ കിരൺ ബ്രോ, അനന്തു ബ്രോ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ രണ്ടുപേരും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പേരെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരക്ക് കുറവാണ്. പൊതുവെ ഇനി ഈവനിങ് ആകുമ്പോഴാണ് തിരക്ക് വന്ന് തുടങ്ങാൻ തോന്നുന്നില്ല. പക്ഷെ ഞാനിവിടെ മുമ്പ് ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ രണ്ട് ആരോ നമ്മുടെ ആനന്ദ് പേര് ഓർമ്മയിൽ നിൽക്കില്ല, അറിയാമല്ലോ, വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു ചായ ഇഷ്ടമായെന്ന് പറഞ്ഞു. അവരുടെ അഭിപ്രായം നമ്മുടെ ചാനലിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. ചാനലൊക്കെ മറക്കരുത്. അപ്പോൾ അതെ, നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ചായ കുടിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം. അതൊക്കെയാണ് ഇനി പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.